CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. സ്ഥാനാർത്ഥി നിർണയ ശൈലിക്കെതിരെയും വിമർശനമുയർന്നു. MV ഗോവിന്ദൻ പങ്കെടുത്ത കമ്മിറ്റിയിലാണ് വിമർശനം ഉയർന്നത്. വിശദാംശങ്ങളുമായി മനോജ് മയിൽ ചേർന്നു. മനോജ്, പയ്യന്നൂരും തളിപ്പറമ്പിലും ഉൾപ്പെടെ കനത്ത തോൽവിയിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷിനിത്ത്, രൂക്ഷ വിമർശനമാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ നേതൃത്വത്തിനെതിരെ ഉയർന്നത്. അത് ഈ തെരഞ്ഞെടുപ്പ് തോൽവി അത് നേതൃത്വം വരുത്തിവെച്ചതാണ് എന്നുള്ള രീതിയിലുള്ള വിമർശനമാണ് അംഗങ്ങൾ ഉയർത്തിയത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഉയർന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വിമർശനം ഉയർന്നു. ഈ രണ്ട് നേതാക്കളുടെയും ശൈലിയാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണം എന്നുള്ള വിമർശനമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. അതായത് ഈ രണ്ട് നേതാക്കളും ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളൊരു വിമർശനം ഈ നേതാക്കളിൽ നിന്ന് തന്നെ ഉണ്ടായി. അതായത് ഒരു ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നേതാക്കളുടെ ശൈലി അത് ഒട്ടും ശരിയായില്ല. ജനങ്ങൾക്ക് ദഹിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ള വിമർശനം അതിരൂക്ഷമായി തന്നെ ഉയർന്നു. രാവിലെ 10 മണിയോടുകൂടി ആരംഭിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് വൈകിട്ട് 7 മണി വരെ നീണ്ടു. 17 അംഗങ്ങളും സംസാരിച്ചു. നിശിതമായ വിമർശനം ഉയർന്നു. ഈ വിമർശനത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് നേതാക്കൾ സ്വീകരിച്ച ശൈലിയെക്കുറിച്ചായിരുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്, പൊതുയോഗത്തിൽ സംസാരിക്കുന്നത്, ഇതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ജനങ്ങൾക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ നേതാക്കളിൽ നിന്ന് ഉണ്ടായത് എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തന്നെ വിമർശിച്ചത്. ഒരുപക്ഷെ ഇത്രയും രൂക്ഷമായ വിമർശനം CPM നേതാക്കൾ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും നേരിടേണ്ടി വന്നത് ഇത് ആദ്യം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. ഇതിൽ ഏറ്റവും പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ പരാജയമാണ് തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഉണ്ടായത് എന്ന് നേതാക്കൾ ആഞ്ഞടിക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞു. ഇത് വരുത്തിവെച്ചതാണ്, നേതാക്കൾ തന്നെ വരുത്തിവെച്ചതാണ് എന്നുള്ള വിമർശനമാണ് ഉയർന്നത്. അതിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റി, തളിപ്പറമ്പിൽ പാളിച്ച പറ്റി, അത് തുറന്ന് സമ്മതിക്കണം എന്നുള്ള രീതിയിൽ തന്നെയുള്ള വിമർശനങ്ങൾ ഉണ്ടായി. ഇത് തെറ്റുതിരുത്തും എന്ന് നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ തെറ്റുതിരുത്തും എന്ന് പറഞ്ഞതല്ലാതെ ആ തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് പോയിട്ടില്ല. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ പോയാൽ ബംഗാളിലെ അവസ്ഥ കേരളത്തിലും ഉണ്ടാകില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള അതിരൂക്ഷമായ വിമർശനം ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായി. നാളെയും മറ്റന്നാളും ജില്ലാ കമ്മിറ്റിയും ചേരുന്നുണ്ട്. 2 ദിവസത്തെ ജില്ലാ കമ്മിറ്റി, അതിലും രൂക്ഷമായ വിമർശനം ഉയരാൻ തന്നെയാണ് സാധ്യത. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ തളിപ്പറമ്പിലെയും അതോടൊപ്പം തന്നെ പയ്യന്നൂരിലെയും പരാജയം തന്നെയാണ്. ഇവിടങ്ങളിൽ ചോർന്ന വോട്ട്, അതായത് 30,000-ഓളം വോട്ടാണ് LDFന് സ്ഥിരമായി പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന 30,000-ലധികം വോട്ടുകൾ ചോർന്നു എന്നുള്ളതാണ് ഇതിൽ ഓരോ അംഗങ്ങളും ഞെട്ടലോടുകൂടി എടുത്തു പറഞ്ഞത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് പരിശോധിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന ഒരു ചോദ്യമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത്. ഇതിനേക്കാൾ രൂക്ഷമായ വിമർശനം ജില്ലാ കമ്മിറ്റിയിൽ ഉയരുമെന്ന കാര്യം ഉറപ്പാണ്. എല്ലാ അംഗങ്ങളോടും തുറന്ന് സംസാരിച്ചോളൂ എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. അതായത് ഏതെങ്കിലും ഒരു കാര്യവും നിങ്ങൾ മൂടിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആമുഖ പ്രസംഗം ഈ MV ഗോവിന്ദൻ നടത്തുകയുണ്ടായി. എന്തായാലും വിമർശനം അതിരൂക്ഷമായിരുന്നു. അതിൽ പിണറായി വിജയനും രക്ഷയുണ്ടായില്ല. ഏതായാലും ഭരണവിരുദ്ധ വികാരമല്ല ഈ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് കാരണം, നേതാക്കളുടെ ശൈലി മാത്രമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ ശൈലി അതും ശരിയായില്ല. ഏതെങ്കിലും തരത്തിൽ തുറന്ന ചർച്ചയ്ക്ക് വിധേയമായില്ല സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയ വിമർശനങ്ങളൊക്കെയാണ് നേതാക്കൾ ഉയർത്തിയത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയിപ്പോൾ ജില്ലാ കമ്മിറ്റി ചേരുമ്പോൾ എന്താകും അവസ്ഥ എന്നുള്ളതാണ്. ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരു ബോഡിയാണ്. അതിൻ്റെ താഴെത്തട്ടിലുള്ളൊരു ബോഡി എന്ന് പറയുന്നത് ജില്ലാ കമ്മിറ്റി. അതിലുണ്ടാകുന്ന വിമർശനം അതിരൂക്ഷമാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. അന്ന് തിരുത്തിയിരുന്നുവെങ്കിൽ ഇത്രയും നാണക്കേട് ഉണ്ടാകുമായിരുന്നില്ല എന്ന വിമർശനം ഉറപ്പായും ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്ന കാര്യം എന്തായാലും ഉണ്ടാകും. ഇങ്ങനെ 2 ദിവസത്തെ ജില്ലാ കമ്മിറ്റി കൂടി ചേരുമ്പോൾ നേതൃത്വം വലിയ രീതിയിൽ വേർക്കേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. ഷിനി.